വയനാട് ദുരന്തബാധിതർക്കായി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തിയത് വൻ തട്ടിപ്പാണെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. വയനാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോട്ടഭൂമി എന്നറിഞ്ഞിട്ടാണ് സ്ഥലം ഇടപാട് ലീഗ് നടത്തിയത്. നിർമ്മാണാനുമതി കിട്ടാത്ത സ്ഥലമാണിതെന്നും കെ.ടി. ജലീൽ ആരോപിച്ചു. സുമനസ്സുകളിൽ നിന്ന് സഹായങ്ങൾ അഭ്യർത്ഥിച്ചപ്പോൾ അതിനെ വെല്ലുവിളിച്ച് UDF മുന്നോട്ട് വരികയുണ്ടായി. കോൺഗ്രസും ലീഗും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ എല്ലാ ആളുകളോടുമായിട്ട് തന്നെ പറഞ്ഞത് ഒരു പൈസ പോലും സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിലേക്ക് കൊടുക്കരുത് എന്നാണ്. എന്നിട്ട് അവർ സ്വന്തമായി ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു, പണം പിരിക്കാൻ വേണ്ടി തുടങ്ങി. ഗവൺമെൻറ്റുമായി സഹകരിച്ചു നിൽക്കുന്ന സംഘടനകൾ, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ, അവരുടെ വിഹിതങ്ങളൊക്കെ സർക്കാരിനാണ് നൽകിയത്. വാങ്ങിയ സ്ഥലം നിർമ്മാണാനുമതി ഇല്ലാത്ത സ്ഥലമാണ്, തോട്ടഭൂമിയാണ് എന്നാണ് ഏറ്റവും അവസാനം മനസ്സിലാകുന്നത്. എന്തെങ്കിലും കാര്യത്തിന് ലീഗ് പണം പിരിക്കുകയാണെങ്കിൽ ആ പണം